മംഗലൂരുവിൽ മതസൗഹാർദ്ദ റാലിക്ക് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലിയെ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. കുട്ടൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. കുട്ടൻ, എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? പതിനായിരക്കണക്കിന് ജനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. റാലി ഈ പൊതുസമ്മേളനം നടക്കുന്ന നെഹ്റു മൈതാനത്തേക്ക് റാലിയുടെ ആദ്യ ഭാഗം എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും ജ്യോതി സർക്കിളിൽ നിന്നുള്ള റാലി പൂർണ്ണമായും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ്, എല്ലാ സംഘാടകരുടെ പോലും കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ റാലിയിൽ അണിചേർന്നിരിക്കുന്നത്. 3:45 റാലി ജ്യോതി സർക്കിളിൽ നിന്നും ആരംഭിച്ചത്. ഇപ്പോഴാണ് ഈ പൊതുസമ്മേളന വേദിയായ നെഹ്റു മൈതാനത്തേക്ക് റാലി എത്തിച്ചേർന്നിരിക്കുന്നത്. ദക്ഷിണ കന്നഡ അതുപോലെ തന്നെ ഉടുപ്പി, ഈ 2 ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തകർ ഇവിടേക്ക് ഈ റാലിയിൽ പങ്കെടുക്കണമെന്നായിരുന്നു CPIഎമ്മിന്റെ തീരുമാനം. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് നമുക്കറിയാം, സംഘപരിവാർ വലിയ രീതിയിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഈ റാലി തകർക്കുന്നതിന് വേണ്ടി. അതിന്റെ ഭാഗമായി ഇന്ന് ദക്ഷിണ കന്നഡ ജില്ലയിൽ മുഴുവൻ ബന്ദ് പ്രഖ്യാപിച്ചിരുന്നു. ജനങ്ങൾക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ വാഹന സൗകര്യം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി വാഹനങ്ങൾ തടയുകയും ബസ്സുകൾക്ക് കല്ലെറുകയും ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും CPIഎം ഓഫീസുകൾക്ക് തീയിടുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ പ്രകോപനങ്ങളാണ് BJP സൃഷ്ടിച്ചത്. എന്നാൽ എല്ലാ പ്രകോപനങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ ഭീഷണികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് പതിനായിരക്കണക്കിന് പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. CPIഎമ്മിന്റെ കർണാടക സംസ്ഥാന നേതാക്കൾ മുഴുവൻ ഇപ്പോൾ വേദിയിലേക്ക് എത്തി. ശ്രീറാം റെഡ്ഡി, അതുപോലെ തന്നെ VJ നായർ ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിൽ നിന്നും P കരുണാകരൻ MP, അതുപോലെ തന്നെ M രാജഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്ത് തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി, റാലി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരള മുഖ്യമന്ത്രിയും CPIഎം പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഇവിടത്തേക്ക് എത്തിച്ചേരും. ഒരുപക്ഷെ ഈ ഒരു ജനപങ്കാളിത്തം തന്നെ ആദ്യപടിയായി, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി സംഘപരിവാറിന്റെ ആയാലും ഒപ്പം മറ്റ് സംഘടനകളുടെ ഒക്കെ ആയാലും പല BJP നേതാക്കളുടെ ഒക്കെ വായിൽ നിന്ന് വന്ന വലിയ പ്രകോപനപരമായ, അതായത് ഈ ഇന്നത്തെ പരിപാടി തടയുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതിനുള്ളൊരു മറുപടി ഈ ഒരു ജനപങ്കാളിത്തം തന്നെയാണോ? അത്രയേറെ ആളുകൾ ഈ പരിപാടിയുമായി, പ്രത്യേകിച്ച് ഒരു മതസൗഹാർദ്ദ റാലിയാണ്, അതിലേക്ക് പങ്കുചേർന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടൻ, തീർച്ചയായും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ ദൃശ്യങ്ങൾ ഇതിന് മറുപടി നൽകും. നോക്കൂ, ഈ മൈതാനം മുഴുവൻ നിറഞ്ഞു കവിയുന്ന രീതിയിൽ. പക്ഷെ മംഗലാപുരം കണ്ട ഏറ്റവും വലിയ ജനകീയ മാർച്ചും ജനകീയ പ്രകടനവുമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ അണിചേർന്നിരിക്കുന്നത്. ഇപ്പോഴും ജ്യോതി സർക്കിളിൽ നിന്നും പുറപ്പെട്ട റാലി പൂർണ്ണമായും ഇവിടേക്ക് എത്തി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ ഏതാണ്ട് 2000 പേർക്ക് ഇരിക്കുന്നതിനുള്ള സംവിധാനമാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ സംഘാടകരുടെ പ്രതീക്ഷകളൊക്കെ കവച്ചു വെച്ചുകൊണ്ട് 10,000 എത്താം. ഏതായാലും നിരവധി ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പിണറായി വിജയൻ മാർച്ചിനെ അഭിസംബോധന ചെയ്ത്, റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. സംഘപരിവാറിന്റെ ഭീഷണി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു റാലി അവിടെ നടക്കുന്നത് എന്നതും പ്രസക്തമാണ്. എന്നാൽ അത്തരത്തിലുള്ള ഭീഷണികൾ വകവെക്കാതെ തന്നെ ഹർത്താൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും വകവെക്കാതെ തന്നെ വൻ ജനപങ്കാളിത്തമാണ് മംഗലൂരുവിൽ ഈ ഒരു മത സൗഹാർദ്ദ റാലിക്ക് ലഭിക്കുന്നത് എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഈ റാലിയിൽ അണിചേർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയാണ് മംഗലൂരുവിലേക്ക് പിണറായി വിജയൻ എത്തിയത്. രാവിലെ കന്നഡ ദിനപത്രമായ വാർത്താഭാരതിയുടെ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അതിനുശേഷമാണ് മതസൗഹാർദ്ദ സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള CPIഎമ്മിന്റെ റാലി നടക്കുന്നത്. റാലിയുടെ ആദ്യ ഭാഗം പൊതുസമ്മേളനം നടക്കുന്ന മൈതാനത്തേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. എന്നാൽ നിരവധി ആളുകളാണ് റാലിയിൽ അണിചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് റാലി എത്തിച്ചേരാൻ തന്നെ ഏറെ സമയമെടുക്കുമെന്ന് തന്നെയാണ് അവിടെ നിന്നും കുട്ടൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ പിണറായി വിജയൻ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. നെഹ്റു മൈതാനത്താണ് പൊതുസമ്മേളനം നടക്കുക. സംസ്ഥാന സെക്രട്ടറി GV ശ്രീറാം റെഡ്ഡിയാണ് ചടങ്ങിൽ അധ്യക്ഷനായുള്ളത്. കുട്ടൻ ചേർന്നുണ്ട് ഒരിക്കൽ കൂടി. കുട്ടൻ, ജനപങ്കാളിത്തം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചിരുന്നത്. ഒരുപക്ഷെ അവിടെ പൊതുസമ്മേളനം നടക്കുന്ന സദസ്സ് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. റാലി കൂടി അവിടേക്ക് കഴിയുമ്പോൾ ഒരുപക്ഷെ അത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് നെഹ്റു മൈതാനി മാറുമെന്ന് തന്നെയാണോ കണക്കുകൂട്ടലുകൾ? എങ്ങനെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, കുട്ടൻ?
സൗമ്യ, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വരുന്ന വാഹന വ്യൂഹം ഇപ്പോൾ സ്റ്റേജിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം വേദിയിലേക്ക് നീങ്ങാൻ പോകുന്നു. ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന 10,000-കണക്കിന് CPM പ്രവർത്തകരെയും പൊതുജനങ്ങളെയും എല്ലാം ആവേശത്തിലാഴ്ത്തിക്കൊണ്ടാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വരുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സംഘപരിവാർ അദ്ദേഹം വരുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ സംഘപരിവാർ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ മതസൗഹാർദ്ദ റാലിയെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനം, അതിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വലിയ രീതിയിലുള്ള പ്രകോപനപരമായ നിലപാടുകൾ സംഘപരിവാർ എടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന് പോലും പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ഈ ഒരു പരിപാടി അവിടെ നടക്കുന്നത് എന്നതും പ്രസക്തമാണ്. ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ, ഇത്തരത്തിലുള്ള പ്രകോപനപരമായ കാര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന ഒരു നിലപാട് അദ്ദേഹം എടുക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് കണ്ണൂരിൽ നിന്നും മംഗളൂരു റെയിൽവേ സ്റ്റേഷനിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. അതിനുശേഷം രാവിലെ വാർത്താഭാരതിയുടെ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചിരുന്നു. അതിനുശേഷമാണ് നാട് ഒട്ടുക്ക് അറിയിച്ചുകൊണ്ടുള്ള ഒരു റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. റാലി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നെഹ്റു മൈതാനിയിലേക്ക് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേർന്നിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി GV ശ്രീറാം റെഡ്ഡിയാണ് ചടങ്ങിൽ അധ്യക്ഷനായിട്ടുള്ളത്. ഇന്നലെ തന്നെ പ്രദേശത്ത് പോലീസ് ആക്ട് പ്രകാരം 144 പ്രഖ്യാപിച്ചിരുന്നു. അതിനോടനുബന്ധിച്ച് ഹർത്താലോ മറ്റ് സമരങ്ങളോ നടത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. എന്നാൽ ഈ പരിപാടിക്ക്, മതസൗഹാർദ്ദ റാലിക്ക് എല്ലാ സംരക്ഷണവും ഒരുക്കാനുള്ള ഒരു തീരുമാനവും കർണാടക സർക്കാർ എടുത്തിരുന്നു. രാവിലെ ഇതിനെ അദ്ദേഹം പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു നിലപാടിലേക്ക് കർണാടക സർക്കാർ പോയതിനെ കൂടി വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെയും വലിയ ഭീഷണികളൊക്കെയും നിലനിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു മതസൗഹാർദ്ദ റാലി CPIM സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നതും പ്രസക്തമാണ്. CPIM നേതൃത്വം നൽകുന്ന മതസൗഹാർദ്ദ റാലി ചടങ്ങിനെ അഭിസംബോധന ചെയ്യാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. റാലി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപാടി നടക്കുന്ന നെഹ്റു മൈതാനിയിലേക്ക് റാലി ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകൾ അണിചേർന്നുകൊണ്ടാണ് റാലി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ സംഘടനകളുടെ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ CPIM-നെ അനുവദിക്കില്ല എന്ന തരത്തിൽ സംഘപരിവാർ സംഘടനകളും നേതാക്കളും ഒക്കെ നിലപാടെടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് റാലി നടക്കുന്നത് എന്നതും പ്രസക്തമാണ്. ഇത്തരം ഭീഷണികളെ അവഗണിച്ചുകൊണ്ടും റാലിയിൽ പങ്കെടുക്കും, അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അല്പസമയത്തിനകം തന്നെ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. ഇപ്പോൾ തന്നെ റാലി എവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ തന്നെ സദസ്സ് പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ പരിപാടി തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്ന സൂചനകൾ ഉള്ളതിനാൽ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട്. ആ വിധത്തിലാണ് ഇന്നിപ്പോൾ അവിടെ ഈ പരിപാടി നടക്കുന്നത്. എങ്കിൽ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം ഇങ്ങനെ ഒരു പരിപാടിയെ കൂടുതൽ പ്രസക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു മതസൗഹാർദ്ദ റാലിയാണ് നടക്കുന്നത്. CPIM-ന്റെ നേതൃത്വത്തിൽ ആണ് എങ്കിലും കൂടുതൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ കർണാടക CPIM നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. രാവിലെ 10 മണിയോടുകൂടിയാണ് പിണറായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അതിനുശേഷം കന്നഡ ദിനപത്രമായ വാർത്താഭാരതിയുടെ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹം. ചില കാര്യങ്ങൾ സൂചിപ്പിച്ച അദ്ദേഹം തനിക്ക് കൂടുതൽ പറയാനുണ്ടെന്നും അത് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഈ പരിപാടിയിൽ പറയും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ അസഹിഷ്ണുത, അതിന് എതിരായ ഒരു വലിയ പോരാട്ടമായി ഈ ഒരു മതസൗഹാർദ്ദ റാലിയും പൊതുസമ്മേളനവും ഒക്കെ മാറും എന്നൊരു കണക്കുകൂട്ടൽ തന്നെയാണ് പാർട്ടിക്കുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വലിയ രീതിയിൽ ജനപങ്കാളിത്തം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റാലി അണിചേർക്കുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായത്. വലിയ സുരക്ഷയാണ് എന്തായാലും ഇങ്ങനെ ഒരു വലിയ പ്രകോപനപരമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ റാലിക്ക് ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം 144 പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്ന്
റാലിക്കും മറ്റു തരത്തിലുള്ള സമരങ്ങൾക്കും ഹർത്താലിനും ഒക്കെ തന്നെയും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ മതസൗഹാർദ്ദ റാലി നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്ന് കർണാടക സർക്കാരും അറിയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടി വലിയ സുരക്ഷയുടെ അകമ്പടിയോടുകൂടിയാണ് റാലി നടക്കുന്നത്. എന്നാൽ രാവിലെ മുതൽക്കേ തന്നെ യാതൊരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഹർത്താൽ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും അത് ജനജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ഈ ഒരു റാലിയെ പോലും ബാധിക്കാത്ത രീതിയിൽ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം റാലിയിലേക്ക് ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. ഒരു മതസൗഹാർദ്ദ റാലി, അതിന്റെ ഒരു പ്രസക്തി, സമീപകാലത്തെ ഒരു പ്രസക്തി ഒക്കെ തന്നെയുമാണ് ഈ ഒരു റാലിയിൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങളുടെ പങ്കാളിത്തം ഒക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കർണാടക CPM പാർട്ടി നേതാക്കൾ തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള വലിയ പ്രകോപനപരമായ രീതിയിലുള്ള പല പ്രസംഗങ്ങളും കഴിഞ്ഞ ദിവസം സംഘപരിവാർ സംഘടനയുടെ ഭാഗത്തു നിന്നായാലും ഒപ്പം തന്നെ പല BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുമായാലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ പുറത്തു വന്ന കെ സുരേന്ദ്രന്റെ വാക്കുകൾ പോലും അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി തന്നെയാണ് ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരാതി വന്നിരിക്കുന്നു. ഒരു കേസിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. ഒരുപക്ഷെ ഇത്തരം പല രീതിയിലുള്ള ധ്രുവീകരണങ്ങളും നടത്താനുള്ള ശ്രമങ്ങൾക്കിടയിൽ കൂടിയാണ് ഇങ്ങനെ ഒരു മതസൗഹാർദ്ദ റാലി നടക്കുന്നത്. ആ റാലിയുടെ പ്രസക്തിയും അങ്ങനെ തന്നെയാണ് വർദ്ധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ BJPയുടെ പല നേതാക്കളും, B. ഗോപാലകൃഷ്ണൻ അടക്കമുള്ള പല നേതാക്കളും ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നതടക്കം ഉള്ള പല രീതിയിലുള്ള പ്രകോപനപരമായ നിലപാടുകളും എടുത്തിരുന്നു. അതിനെ സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വം പോലും വലിയ രീതിയിൽ വിമർശിക്കുകയുണ്ടായി. പല ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിൽ BJPക്കും ഒപ്പം മറ്റ് സംഘപരിവാർ സംഘടനകളുടെ ഈ ഒരു നിലപാടിനുമൊക്കെ എതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാട് തുടർന്നും സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലം ആണ് BJP നേതാക്കളുടെ ഭാഗത്തുനിന്നും സംഘപരിവാറിന്റെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെയും കണ്ടത്. എന്നാൽ ഇത്തരം വെല്ലുവിളികളെയൊന്നും, ഇത്തരം പ്രകോപനപരമായ നിലപാടുകളെ ഒന്നും താൻ വിലക്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു മതസൗഹാർദ്ദ റാലിയെ അഭിസംബോധന ചെയ്യും, അതിൽ പങ്കെടുക്കുമെന്ന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് രാവിലെ അദ്ദേഹം കണ്ണൂരിൽ നിന്നും മംഗലൂരുവിൽ എത്തിയത്. പിന്നീട് രാവിലെ നടന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു. സണ്ണി ജോസഫ് ചേരുന്നുണ്ട് മംഗലൂരുവിൽ നിന്നുമുള്ള വിവരങ്ങളുമായി. സണ്ണി, അല്പസമയത്തിനകം ഈ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പിണറായി വിജയൻ സംസാരിക്കുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നും തരാൻ കഴിയുന്ന വിവരങ്ങൾ? ഒരുപക്ഷെ വലിയ ഒരു ജനപങ്കാളിത്തം ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു റാലി ഒരു ഭാഗത്തുകൂടി കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അവിടെ നിന്നും തരാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് സണ്ണി? സണ്ണി, അവിടെ നിന്നും തരാൻ കഴിയുന്ന ഒരു വിവരങ്ങൾ എങ്ങനെയാണ് റാലിയുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ പൊതുസമ്മേളനവുമായി ബന്ധപ്പെട്ട്? റാലി സ്വാഗത പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPMന്റെ കർണാടക സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, ശ്രീരാമ റെഡ്ഡി ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് എല്ലാവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് മംഗലാപുരം നഗരത്തിൽ മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുത്തവരുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടെ എത്തിയിരിക്കുന്ന നേതാക്കളെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. എല്ലാ മേഖലകളിൽ നിന്നുള്ള ജനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ് നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് ബുദ്ധിജീവികൾ, സാംസ്കാരിക പ്രവർത്തകർ, കൃഷിക്കാർ, സാധാരണക്കാരായ ആളുകൾ, അങ്ങനെയുള്ള എല്ലാ ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള സമൂഹത്തിന്റെ പരിച്ഛേദമായൊരു സമൂഹത്തെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇവിടെ സംഘപരിവാർ നടത്തിയ റാലിയെ അതിനേക്കാൾ എത്രയോ അധികം ആളുകൾ പങ്കെടുത്തിരിക്കുന്ന ഒരു റാലി മംഗലാപുരത്ത്, ഒരുപക്ഷെ കർണാടകയിൽ തന്നെ ഇടപ്രദമായിട്ടുള്ള ഒരു ജനമുന്നേറ്റമായി നമുക്ക് ഇതിനെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് വലിയ ഒരു വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടാണ് ഇവിടെ റാലി നടക്കുന്നത്. റാലിയിൽ ഇവിടെ ഹർത്താൽ പ്രഖ്യാപനത്തിനെ തുടർന്ന് വാഹനങ്ങൾ മംഗലാപുരം ആസ്ഥാനമായിട്ടുള്ള ദക്ഷിണകാനഡ ജില്ലയിൽ ഇന്ന് ഹർത്താലായിരുന്നു. എന്നിട്ട് കൂടി ആയിരക്കണക്കിന് ആളുകൾ ഈ ജനകീയ മുന്നേറ്റ റാലിയിൽ പങ്കാളികളായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. ജ്യോതി അംബേദ്കർ സർക്കിൾ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാണ് റാലി ഇപ്പോൾ ഇവിടെ എത്തിയത്. അല്പം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലെത്തിയത്. വലിയ കരഘോഷത്തോടു കൂടിയാണ്, ആവേശപൂർവ്വമാണ് എഴുന്നേറ്റുന്ന മുദ്രാവാക്യം വിളികളോടാണ് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിച്ചപ്പോൾ ആ ഒരു ആവേശം നമുക്ക് ദൃശ്യമായ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ റാലിയുടെ ഉദ്ഘാടനം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിനെ മംഗലാപുരത്ത് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന സംഘപരിവാർ ഭീഷണിയെ അതിജീവിച്ചുകൊണ്ടാണ് വലിയ
ജനപങ്കാളിത്തത്തോടെ പങ്കെടുക്കുന്ന ഈ റാലിയിൽ അദ്ദേഹം ഇപ്പോൾ റാലിയെ അഭിസംബോധന ചെയ്യുന്നത് ഇപ്പോൾ പിണറായി പ്രസംഗിക്കാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിനെ സിപിഎം ജില്ലാ സെക്രട്ടറി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ വസന്ത ആചാരി അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ പിണറായി പ്രസംഗം ആരംഭിക്കുകയാണ്. സൗമ്യ, മതസൗഹാർദ്ദ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇത്തരമൊരു പരിപാടിയിൽ, അതും ഒരു മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ಮಂಗಳೂರಲ್ಲಿ ಅದರಲ್ಲೂ ವಿಶೇಷವಾಗಿ ಕೋಮು ಸೌಹಾರ್ದತೆಯಲ್ಲಿ ಅಂಥ ಒಂದು ಏನು ರ್ಯಾಲಿ ನಡೀತಾ ಇದೆ ಅದರಲ್ಲಿ ಬಂದು ಭಾಗವಹಿಸಲಿಕ್ಕೆ ನನಗೆ ಬಹಳ ಸಂತೋಷವಾಗಿದೆ. നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുക എന്നത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മതസൗഹാർദ്ദത്തിന് അപകടമുണ്ടാക്കുന്ന ഒട്ടേറെ നീക്കങ്ങളാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയാക്കുന്നത് രാജ്യത്തിലെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന RSS തന്നെയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വരുന്നത്. RSS ഇതൊരു കാലത്തും മറച്ചു. എല്ലാ കാലത്തും RSSൻ്റെ ജനനം മുതൽ അവർ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചു വന്നിട്ടുള്ളത് മതസൗഹാർദ്ദത്തിനെതിരായ കാര്യങ്ങളാണ്. മതസ്പർദ്ധയും അതിൻ്റെ ഭാഗമായുള്ള വർഗീയ വിദ്വേഷവും വളർത്തിക്കൊണ്ടുവരാനാണ് തുടക്കം മുതലേ RSS ശ്രമിച്ചിട്ടുള്ളത്. ನಮ್ಮ ದೇಶದಲ್ಲಿ ಕೇಂದ್ರದಲ್ಲಿ ನಡೆಸುವಂಥ ಆಡಳಿತ ಯಾವ ರೀತಿಯಲ್ಲಿ ಆಗ್ತಿದೆ ಅಂತ ಹೇಳಿದರೆ ದೇಶಕ್ಕೆ ಒಂದು ದೊಡ್ಡ ಸವಾಲಾಗ್ತಿದೆ. ಅದರಲ್ಲೂ ವಿಶೇಷವಾಗಿ ಅದಕ್ಕೆ ಒಂದು ಮಾರ್ಗದರ್ಶನ ನೀಡುತ್ತಿರುವಂಥ RSSನ ಪ್ರವೃತ್ತಿ, ಅವರು ಎಂದೂ ಜನಪರವಾದಂಥ ನೆಲೆಮೆಯನ್ನು ತೆಗೊಂಡವರಲ್ಲ. ಅವರು ಯಾವ ಕಾಲದಲ್ಲಿ ಅವರನ್ನು ಸ್ವತಃ ರಚಿಸಿದ್ದಾರೆ. ಆವತ್ತಿಂದ ಹಿಡಿದು ಕೋಮು ಸೌಹಾರ್ದತೆಯನ್ನು ಕೆರಳಿಸುವಂಥ ಮತ್ತು ಇಲ್ಲಿ ನಮ್ಮ ದೇಶದಲ್ಲಿ ಬಹಳಷ್ಟು ಸವಾಲುಗಳನ್ನು ಉಂಟು ಮಾಡುವಂಥ ಒಂದು ಇದಾಗಿ ಬಂದಿದ್ದಾರೆ. ಅದರಿಂದ ಇದು ವಿಶೇಷವಾದಂಥ ಒಂದು ಪರಿಸ್ಥಿತಿಗೆ ನಮ್ಮನ್ನು ತಂದು ನಿಲ್ಲಿಸಿದೆ. RSS എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ ധാരകളോടൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയല്ല. നിർഭാഗ്യവശാൽ ആ സംഘടനക്കാണ് ഇന്ന് രാജ്യത്തിൻ്റെ നയങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ള ഭരണ നേതൃത്വം RSSൻ്റെ ആജ്ഞകളനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1925 RSS എന്ന സംഘടന രൂപം കൊള്ളുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് RSS ജനിക്കുന്നത്. 22 വർഷം സ്വാതന്ത്ര്യ സമരം കത്തിക്കാളി നിന്ന ഘട്ടത്തിൽ RSS ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു സംഘടനയാണ് അത് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. RSS ನಮ್ಮ ದೇಶದ ಒಂದು ಸಂಸ್ಕೃತಿ ಆಗಲಿ ಅದಕ್ಕೆ ಹೊಂದಿಕೊಂಡು ಹೋಗುವಂಥ ಒಂದು ಸಂಸ್ಥೆ ಅಲ್ಲ. 1925ನೇ ಇಸ್ವಿಯಲ್ಲಿ ಯಾವಾಗ ನಮ್ಮ ದೇಶದ ಸ್ವಾತಂತ್ರ್ಯ ಹೋರಾಟ ಅತಿ ಉನ್ನತ ಮಟ್ಟಕ್ಕೆ ಏರಿಸಿತ್ತು, ಅಂಥ ಸಂದರ್ಭದಲ್ಲಿ ಹುಟ್ಟಿ ಮತ್ತೆ 22 ವರ್ಷ ದಾಟಿದರೂ ಅವರು ಇಂಥ ಹೋರಾಟದಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಲಿಕ್ಕೆ ಯಾವ ಪಾತ್ರವೂ ವಹಿಸಿಲ್ಲ ಅಂತ ಹೇಳುವಂಥದ್ದನ್ನು ನಾವು ಗಮನಿಸಬೇಕಾಗತ್ತೆ. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ കാലത്ത് അവരവരുടേതായ പങ്ക് വഹിച്ചു. അക്കാലത്ത് രൂപം കൊണ്ട എല്ലാ സംഘടനകളും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ബ്രിട്ടീഷുകാർ
രാജ്യം വിട്ടു പോകണമെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടു പോകുന്നതിനെക്കുറിച്ച് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നവരുടെ ഇടയിൽ ചില വ്യത്യസ്താഭിപ്രായങ്ങളുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നും ബ്രിട്ടൻ രാജ്യം വിട്ടു പോകണമെന്നും ഉള്ള കാര്യത്തിൽ ഏകാഭിപ്രായക്കാരായിരുന്നു. ഇവിടെയാണ് RSSന്റെ വ്യത്യസ്തത വരുന്നത്. RSS ആ ഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാതെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് ആവശ്യം ഉന്നയിക്കാൻ തയ്യാറായില്ല. നേരെ മറിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ തുടരുന്നതിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. സവർക്കർ തന്നെ വൈസ്രോയിയെ കണ്ട് ഞങ്ങൾ ഇതിനോടൊപ്പമില്ലെന്നും നമ്മൾ രണ്ടു കൂട്ടരുടെയും താല്പര്യം ഒന്നാണെന്നും അറിയിക്കുകയുണ്ടായി. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച ಪಾರಂಪರ್ಯമാണ് RSSനുള്ളത്. ಸ್ವಾತಂತ್ರ್ಯ ಹೋರಾಟದಲ್ಲಿ ಯಾವುದೇ ಪಾಲ್ಗೊಂಡಿಲ್ಲ ಅಂತ ಹೇಳುವಂಥದ್ದು ಸರಿಯಲ್ಲ. ಒಂದು ರೀತಿಯಲ್ಲಿ ಸ್ವಾತಂತ್ರ್ಯ ಹೋರಾಟ ನಡೀತಿದ್ದಾಗ ಹೆಚ್ಚಾಗಿ ಬ್ರಿಟಿಷರು ಭಾರತ ಬಿಟ್ಟು ತೊಲಗಬೇಕು ಅಂತ ಹೇಳುವಂಥದ್ದೇ ಮುಂದಿಟ್ಟಂತ ಒಂದು ಘೋಷಣೆ. ಅದರಲ್ಲಿ ವ್ಯತ್ಯಸ್ತ ಅಭಿಪ್ರಾಯಗಳಿರಬಹುದು. ಆದರೆ ಅಂಥ ಸಂದರ್ಭದಲ್ಲಿ ಬ್ರಿಟನ್ ಭಾರತವನ್ನು ಬಿಟ್ಟು ಹೋಗಬೇಕು ಅಂತ ಹೇಳುವಂಥ ಮಾತನ್ನು RSSನ ಕಡೆಯಿಂದ ಬರಲಿಲ್ಲ. ಸಾವರ್ಕರ್ ಅವರು ಅಲ್ಲಿನ ವೈಸ್ರಾಯಿಯನ್ನು ಭೇಟಿಯಾಗಿ ನಮಗೂ ನಿಮಗೂ ಬಹಳಷ್ಟು ಹೊಂದಾಣಿಕೆ ಇರುವಂಥ ಅಂಶಗಳಿದೆ, ಅದರಿಂದ ನಾವು ಯಾವ ರೀತಿಯಲ್ಲಿ ನಿಮಗೆ ಸಹಾಯ ಮಾಡುವ ಅಂತ ಹೇಳುವಂಥ ರೀತಿಯಲ್ಲೇ ಅವರು ಮಾತಾಡಿದ್ದಾರೆ. ಅಂದರೆ ಸ್ವಾತಂತ್ರ್ಯ ಹೋರಾಟದಲ್ಲಿ ಅವರು ವಹಿಸಿದಂಥ ಒಂದು ಪಾತ್ರ ಏನಿದೆ ಅದಕ್ಕೆ ಮೋಸ ಮಾಡುವಂಥ ಪಾತ್ರ ಅಂತೇಳಿ ನಾವು ತಿಳ್ಕೋಬೇಕು. നമ്മുടെ രാജ്യത്തെ ഒന്നായി കാണാൻ, ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താൻ RSS ഒരു കാലവും തയ്യാറില്ലായിരുന്നു. ജനങ്ങളെ ഭിന്നിപ്പിക്കുക, വർഗീയമായി ചേരിതിരിക്കുക, ഇതാണ് RSS തുടക്കം മുതലേ ശ്രമിച്ചു വന്നത്. അതിൻ്റെ ഭാഗമായാണ് രാജ്യത്ത് വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് RSS എത്തിച്ചേർന്നത്. നാം ഓർക്കേണ്ട കാര്യം, RSS എന്ന സംഘടന നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനെതിരായ ഒരു വിഭാഗമാണ്. ജനങ്ങളുടെ ഐക്യത്തെയാണ് അവർ എതിർക്കുന്നത്. എല്ലാ കാലത്തും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനാണ് RSS ശ്രമിച്ചു വന്നിട്ടുള്ളത്. ഇവിടെ ഒരു പ്രധാന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. എന്തിനാണ് മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെട്ടത്? മഹാത്മാഗാന്ധി ഏതെങ്കിലും RSSകാരനെ ആക്രമിക്കാൻ പോയി എന്നാരും പറയില്ല. പക്ഷേ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്താൻ ദീർഘനാളത്തെ ഗൂഢാലോചന സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയായിരുന്നു. ഏതു തരത്തിലാണോ ഗോഡ്സെയുടെ കയ്യിലുള്ള ആയുധം ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗപ്പെട്ടത്, അതേപോലെ RSSൻ്റെ കയ്യിലുള്ള കേവലമായ ഒരായുധം മാത്രമായിരുന്നു ഗോഡ്സെ എന്നത് നാം തിരിച്ചറിയണം. ഗാന്ധിജി കൊല ചെയ്യപ്പെട്ട ഘട്ടത്തിൽ പലയിടങ്ങളിലും അന്നത്തെ RSS അവരുള്ള ചില സ്ഥലങ്ങളിൽ മധുരം വിതരണം ചെയ്തു എന്നതും നാം ಈ ಘಟ್ಟത്തിൽ ಓರ್ಕೇಂಡതാണ്. RSS ಯಾವತ್ತೂ ಭಾರತ ದೇಶದ ಜನತೆ ಒಂದಾಗಿರಬೇಕು ಅಂತೇಳಿ ಬಯಸಿದವರಲ್ಲ. ಜನತೆಯಲ್ಲಿ ಭಿನ್ನತೆಯನ್ನು ಸೃಷ್ಟಿಸುವಂಥದ್ದು ಅವರ ಒಂದು ಮುಖ್ಯ ಒಂದು ಗುರಿಯಾಗಿತ್ತು. ಇಂದು ಅದನ್ನೇ ಮುಂದುವರಿಸುತ್ತಿದ್ದಾರೆ. ಯಾವ ರೀತಿಯಲ್ಲಿ ಅವರು ಈ ಭಿನ್ನತೆಯನ್ನು ಉಂಟು ಮಾಡಿದೆ ಅಂತ ಹೇಳಿದರೆ, ಭಾರತ ದೇಶದ ಜನತೆಯನ್ನು ಒಂದಾಗಿರಬೇಕು ಎಂದು ಬಯಸಿದವರಲ್ಲಿ ಅವರು ಯಾವ ರೀತಿಯಲ್ಲಿ ಅವರು ಮಾಡಿದ್ದಾರೆ ಅಂತ ಹೇಳುವಂಥದ್ದು ಗಾಂಧಿಯ ಇದನ್ನು ಕೊಲೆ ಉದಾಹರಣೆ. ಗಾಂಧಿಯನ್ನು ಕೊಲೆ ಮಾಡಲಿಕ್ಕೆ ಯಾವ ಒಂದು ಸಂಚಿಗಳು ನಡೆದಿದೆ, ಅದರಲ್ಲಿ ಗೋಡ್ಸೆ ಅವರು ಹಿಡಿದಂಥ ಪಿಸ್ತೂಲಿಂದ ಗಾಂಧಿ ಹತರಾಗಿದ್ದಾರೆ ಅಂತ ಹೇಳುವಂಥದ್ದು ನಿಜವಾದರೆ, ಗೋಡ್ಸೆಯನ್ನೇ ಅವರು ಒಂದು ಆಯುಧವಾಗಿ ಉಪಯೋಗಿಸಿದ್ದಾರೆ ಅಂತ ಹೇಳುವಂಥದ್ರಲ್ಲಿ ಯಾವ ಅನುಮಾನವೂ ಇಲ್ಲ. ಗಾಂಧಿ ತೀರ್ಕೊಂಡ ದಿವಸ
RSSನ ಅವರು ಎಲ್ಲೆಲ್ಲಿ ಸಾಧ್ಯವಾಗಿದೆಯೋ ಅಲ್ಲಿ ಸಿಹಿ ಹಂಚಿದ್ದಾರೆ ಅಂತ ಹೇಳುವಂಥದ್ದು ನಮಗೆ ಗೊತ್ತಿರುವಂಥ ವಿಷಯ. ಆ ರೀತಿಯಲ್ಲಿ ದೇಶವನ್ನ ಒಂದಾಗಿ ನಡೆಸುವಂಥದ್ದು ಅವರ ಗುರಿ ಯಾವತ್ತೂ ಆಗಿರಲಿಲ್ಲ. ഗാന്ധിജിയെ വധിച്ച RSSനെതിരെ ജനരോഷം അതിശക്തമായി ഉയർന്നു വന്നു. RSS നിരോധിക്കപ്പെട്ടു. ആ ഘട്ടത്തിൽ അന്നത്തെ കേന്ദ്ര ഭരണാധികാരികൾ ചിലരെ വലിയ തോതിൽ ബന്ധപ്പെട്ട് പീഡിപ്പിച്ച് നിരോധനം നീക്കുന്നതിനുള്ള നടപടികളിൽ RSS മുഴുകുകയാണ് ചെയ്തത്. RSSന്റെ നിരോധനം നീക്കിയതിനു ശേഷവും RSS അതേ നില തന്നെയാണ് ഇവിടെ തുറന്നു വന്നത്. RSSನವರು ಆ ಸಂದರ್ಭದಲ್ಲಿ ಅವರ ಮೇಲೆ ಜನಕ್ಕೆ ಬಹಳಷ್ಟು ರೋಷ ಇತ್ತು. ಆದ್ದರಿಂದ ಅವರನ್ನ ಒಂದು ರೀತಿಯಲ್ಲಿ ಅವರು ಆಡಳಿತದಲ್ಲಿ ಇರುವಂಥವರನ್ನ ಹಲವಾರು ಜನರನ್ನ ಭೇಟಿ ಮಾಡಿ ಯಾವ ರೀತಿಯಲ್ಲಿ ಇದನ್ನ ಸುಧಾರಿಸ್ಕೋಬೇಕು ಅಂತ ಹೇಳುವಂಥದ್ದು ಮಾಡಿದ್ದಾರೆ. ಅವರನ್ನ ನಿಷೇಧಿಸಿದ್ರು ಸ್ವಲ್ಪ ಕಾಲದ ನಂತರ ಆ ನಿಷೇಧವನ್ನ ತೆಗೆದು ಅವರು ಮತ್ತೆ ಅವರು ಕಾರ್ಯಾಚರಣೆಯಲ್ಲಿ ತೊಡಗಿದ್ದಾರೆ. ಆದರೆ ಮುಂದುವರೆದನ್ನು ಭಾರತ ದೇಶದ ಐಕ್ಯತೆಯನ್ನು ಸಾಧಿಸುವಂಥ ಕೆಲಸವಲ್ಲ ಅವರು ಮಾಡ್ತಿರುವಂಥದ್ದು ഗമനിಸಬೇಕು. RSSന് ഏതു തരത്തിലുള്ള പ്രത്യയശാസ്ത്രമാണുള്ളത് എന്നത് നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. 1925 രൂപം കൊണ്ട RSS 5 വർഷം കഴിഞ്ഞതിന് ശേഷം RSSന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ മുഞ്ചെ അന്നത്തെ ലോകത്തിലെ ചില വൻകിടക്കാരെ കാണാൻ പോവുകയുണ്ടായി. അവരുടെ മാതൃകാ പുരുഷന്മാരെയും ആ രാജ്യങ്ങളെയുമാണ് കാണാൻ പോയത്. അതിലൊന്ന് മുസോളിനിയായിരുന്നു. മുസോളിനിയുടെ ഫാസിസ്റ്റ് സംഘടനാ രൂപം RSS പൂർണ്ണമായി സ്വീകരിച്ചു. ഫാസിസ്റ്റ് സംഘടനയ്ക്ക് പരിശീലനം നൽകുന്ന അവരുടെ പരിശീലന കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മുഞ്ചെ അങ്ങേയറ്റം ആവേശഭരിതനായി. അതിൻ്റെ ഫലമായി മുഞ്ചെ ആ സന്ദർശനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മുസോളിനിയുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയിൽ ഈ പരിശീലനത്തിൻ്റെ പ്രത്യേകതയും അതിവിടെ ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ ഏത് രൂപത്തിൽ കഴിയുമെന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ആ സംഘടനാ രൂപമാണ് RSS സ്വീകരിച്ചത്. മുസോളിനിയുടെ ഫാസിസ്റ്റ് സംഘടനാ രൂപമാണ് RSS ഇപ്പോഴും പിന്തുടർന്നു വരുന്നത്. RSS ಅವರಿಗೆ ಒಂದು ರಾಜಕೀಯ ತತ್ವಶಾಸ್ತ್ರ ಇರಲಿಲ್ಲ. 25ರಲ್ಲಿ ಅವರು ರಚಿತವಾಗಿ ಸ್ವಲ್ಪದೇ ವರ್ಷಗಳಲ್ಲಿ ಅವರ ನಾಯಕರಲ್ಲಿ ಒಬ್ಬರಾದ ಮುಂಜೆ ವಿದೇಶಕ್ಕೆ ಪ್ರವಾಸವನ್ನು ಕೈಗೊಂಡು ಅಲ್ಲಿರುವಂಥ ಒಂದೊಂದು ಇದನ್ನು ಗುರುತಿಸಿದ್ದಾರೆ. ಅದರಲ್ಲಿ ಇಟಲಿಯ ಮುಸೋಳಿನಿಯನ್ನು ಭೇಟಿಯಾಗಿದ್ದಾರೆ. ಮುಸೋಳಿನಿ ಯಾವ ರೀತಿಯಲ್ಲಿ ಪಾಸುಬಿ ರೀತಿಯಲ್ಲಿ ಅವರ ಸಂಘಟನೆಯನ್ನು ಮಾಡಿದ್ದಾರೆ, ಅದರಲ್ಲಿ ಇವರು ಒಂದು ರೀತಿಯಲ್ಲಿ ಅದರ ಬಗ್ಗೆ ಬಹಳಷ್ಟು ಹೆಮ್ಮೆಯಿಂದ ಅವರ ಜೊತೆಯಲ್ಲಿ ಚರ್ಚೆ ಮಾಡಿ ಇದು ಯಾವ ರೀತಿಯಲ್ಲಿ ನಾವು ಭಾರತ ದೇಶದಲ್ಲಿ ಅಳವಡಿಸಬೇಕು ಅಂತ ಹೇಳಿ ಆ ಒಂದು ಸಂಘಟನಾ ರೀತಿಯನ್ನೇ RSS ಮತ್ತೆ ಅನುಸರಿಸ್ತಾ ಬಂದಿದೆ. RSSന്റെ പ്രത്യയശാസ്ത്രം അത് സ്വീകരിച്ചത് ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ നിന്നാണ്. നാസിസമാണ് പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ചത്. ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പാക്കിയ കാര്യം ജർമ്മനിയിലെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കിയ നടപടി, അതിൽ മതിമറന്ന് ആഹ്ലാദം പ്രകടിപ്പിച്ച ഒറ്റ സംഘടനയെ ലോകത്തുള്ളൂ എന്നത് നാം കാണണം. ഹിറ്റ്ലറുടെ ആ നയത്തെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ സംഘടനകളും തള്ളിപ്പറഞ്ഞതാണ്. എന്നാൽ RSS മാത്രമാണ് അതിനെ സ്വീകരിക്കുകയും പുകഴ്ത്തുകയും ചെയ്തത്. രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ച് എന്ന കാര്യത്തിൽ ജർമ്മനിയാണ് നമുക്ക് മാതൃക എന്നാണ് RSS ആ ഘട്ടത്തിൽ പരസ്യമായി
ഉദ്ഘോഷിച്ചത്. ഹിറ്റ്ലർ അവിടെ നടപ്പാക്കിയ ന്യൂനപക്ഷത്തെ നിഷ്കാസനം ചെയ്യുക, അവിടെയുള്ള യഹൂദന്മാരെ, ജൂതന്മാരെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി ഹിറ്റ്ലർ സ്വീകരിച്ച കിരാതമായ നടപടികളെക്കുറിച്ച് ആലോചിക്കുക. ആ നടപടികളിലാകെ ഇവിടെ RSS ആവേശഭരിതമായി. RSSന്റെ തലതൊട്ടപ്പന്മാരായവരെല്ലാം, ഗോൾവാൾക്കർ അടക്കമുള്ളവർ അതിനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയിട്ടുമുണ്ട്. ആ നടപടിയാണ്, ആ നയമാണ് RSS ಅವರ ನಯമായി ಸ್ವೀಕರಿಸಿರಿക്കുന്നത്. RSSನವರ ಒಂದು ರಾಜಕೀಯ ತತ್ವಶಾಸ್ತ್ರ ಏನಿದೆ ಅದನ್ನು ಹುಡುಕುತ್ತಾ ಅವರು ಹೋಗಿ ಜರ್ಮನಿಯನ್ನು ಸೇರಿದ್ದಾರೆ. ಹಿಟ್ಲರ್ನ ತತ್ವಶಾಸ್ತ್ರ ಏನಿದೆ, ಯಾವ ರೀತಿಯಲ್ಲಿ ಅದು ಪ್ರಯೋಗದಲ್ಲಿ ಅವರು ತಂದಿದ್ದಾರೆ ಎಂದು ಹೇಳುವಂಥದ್ದನ್ನು ಅವರು ಅದನ್ನು ಅಭ್ಯಾಸ ಮಾಡಿದ್ದಾರೆ. ಇದು ಅಲ್ಪಸಂಖ್ಯಾತರನ್ನು ಯಾವ ರೀತಿಯಲ್ಲಿ ಇಲ್ಲದೆ ಮಾಡುವಂಥದ್ದು ಅಂತ ಹೇಳುವಂಥದ್ದನ್ನೇ ಹಿಟ್ಲರ್ ತೋರಿಸಿಕೊಟ್ಟದ್ದು. ಅವರ ಒಂದು ಇದಕ್ಕೆ ತತ್ವಕ್ಕೆ ಅವರು ನಾಸಿಸಮ್ ಅಂತ ಹೇಳ್ತಾರೆ, ನ್ಯಾಷನಲ್ ಸೋಷಿಯಲಿಸಮ್. ಅದನ್ನು ಜಾರಿ ಮಾಡಿಸುವಂಥದ್ದು ಒಂದು ಅಲ್ಪಸಂಖ್ಯಾತರನ್ನು ಇಲ್ಲದೆ ಮಾಡೋದಕ್ಕೆ, ಯಹೂದಿಗಳನ್ನು ಯಾವುದೇ ರೀತಿಯಲ್ಲಿ ಅಲ್ಲಿ ಇರಬಾರದು ಅಂತೇಳಿ ಇಲ್ಲದೆ ಮಾಡುವಂಥದ್ದು ಹೇಗಿದೆ ಅಂತ ಹೇಳುವಂಥದ್ದನ್ನು ಅಭ್ಯಾಸ ಮಾಡಿ, ನಮ್ಮ ದೇಶದಲ್ಲೂ ಆ ರೀತಿಯಲ್ಲಿ ಅಲ್ಪಸಂಖ್ಯಾತರನ್ನ ಇಲ್ಲದೆ ಮಾಡುವಂಥದ್ದೇ ಅವರ ಒಂದು ಮುಖ್ಯ ಗುರಿಯಾಗಿ, ಅದೇ ಅವರ തത്വശാസ്ത്രವಾಗಿ ಅವರು ಬೆಳೆಸ್ಕೊಂಡಿದ್ದರು. ഈ നയം ഇന്ത്യയിൽ പൂർണ്ണമായി RSS സ്വീകരിച്ചു. RSSന്റെ നയം ഹിറ്റ്ലറുടെ നയമാണെന്നർത്ഥം. ഹിറ്റ്ലർ നടപ്പാക്കിയ നാസിസമാണ് തത്വശാസ്ത്രമായി RSS അംഗീകരിച്ചിരിക്കുന്നത്. ഹിറ്റ്ലറുടെ അതേ വാചകങ്ങൾ RSSന്റേതായ വാചകങ്ങളായി കാണാൻ സാധിക്കും. ന്യൂനപക്ഷത്തെ എങ്ങനെ നേരിടണം എന്നാണ് ഹിറ്റ്ലറുടെ നയമായി എഴുതി വച്ചിരുന്നത്. ഇവിടെ RSS അതേ നയം അതേ രൂപത്തിൽ തന്നെ എഴുതി വെക്കുകയാണ് ഉണ്ടായത്. ഹിറ്റ്ലർക്ക് അവിടെ ഒരു കൂട്ടർ മാത്രമായിരുന്നു ന്യൂനപക്ഷം, അത് യഹൂദന്മാരായിരുന്നു, ജൂതന്മാരായിരുന്നു. ജൂതന്മാരെയും അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ, അന്ന് ബോൾഷെവിക്കുകൾ എന്നാണ് ഹിറ്റ്ലർ ഉപയോഗിക്കുന്ന പദം, ബോൾഷെവിക്കുകളെയുമാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി ഹിറ്റ്ലർ കണ്ടത്. അതേ നിലപാട്, അതേ നയം RSS തങ്ങളുടെ നയമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചു. അത് അവർ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. ഇവിടെ അവർ പറഞ്ഞത്, ഇന്ത്യയിലെ പ്രധാന ന്യൂനപക്ഷമായ മുസ്ലിം, ക്രിസ്ത്യൻ ഈ വിഭാഗങ്ങൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണ്. ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളോടൊപ്പം ഹിറ്റ്ലറുടെ അതേ നയം സ്വീകരിച്ചുകൊണ്ട് RSSും കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുവായി ചിത്രീകരിച്ചു. ഇപ്പോൾ മുസ്ലിമും ക്രിസ്ത്യനും കമ്മ്യൂണിസ്റ്റുകാരും എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ കണ്ടതുപോലെ ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന നയമാണ് RSS സ്വീകരിച്ചിട്ടുള്ളത്. RSSನ ನೀತಿ ಏನಿದೆ ಹಿಟ್ಲರ್ನ ನಾಸಿವಾದದ ಅದೇ ಅಂಶವಾಗಿದೆ. ಜರ್ಮನಿಯಲ್ಲಾದರೆ ಅಲ್ಪಸಂಖ್ಯಾತರು ಅಂತ ಹೇಳಿದ್ರೆ ಒಂದು ವಿಭಾಗ ಯಹೂದಿಗಳು ಮಾತ್ರ ಇದ್ದರು. ಯಹೂದಿಗಳು ಮತ್ತು ಕಮ್ಯುನಿಸ್ಟರು, ಹಿಟ್ಲರ್ನ ಭಾಷೆಯಲ್ಲಿ ಬೋಲ್ಶೆವಿಕ್ ಎಂದು ಹೇಳುವಂಥ ಪದವನ್ನೇ ಉಪಯೋಗಿಸುತ್ತಿದ್ದದು. ಹಿಟ್ಲರು ಬೋಲ್ಶೆವಿಕ್ಸ್ ಮತ್ತು ಯಹೂದಿಗಳನ್ನು ಇಲ್ಲದೆ ಮಾಡಲಿಕ್ಕಿದ್ರೆ ಅದನ್ನೇ ಒಂದು ರೀತಿಯಾಗಿ ಭಾರತ ದೇಶದಲ್ಲಿ ತಂದಾಗ, ಭಾರತದಲ್ಲಿ ಮುಸಲ್ಮಾನರು, ಕ್ರಿಶ್ಚಿಯನ್ರು ಮತ್ತು ಕಮ್ಯುನಿಸ್ಟರು ಅಂತ ಹೇಳುವಂಥ ರೀತಿಯಲ್ಲಿ ಅದನ್ನು ಮಾಡಿದ್ದಾರೆ. ಯಾವ ರೀತಿಯಲ್ಲಿ ಹಿಟ್ಲರ್ ಅವರ ಪುಸ್ತಕದಲ್ಲೆಲ್ಲ ಬರೆದಿದ್ದಾರೆ ಅದರ ತತ್ವಗಳನ್ನು, ಅದೇ ರೀತಿಯಲ್ಲಿ RSS ಅವರ തത്വങ്ങളെല്ലാം ಹಾಗೇ ಬರೆದಿರುವಂಥದ್ದು ಅಂತೇಳಿ ನಾವು ಗಮನಿಸ್ಬೋದು. ഈ നയമാണ് RSS രാജ്യത്താകെ നടപ്പാക്കിയത്. ഈ രാജ്യത്ത് നടന്ന എല്ലാ വർഗീയ കലാപങ്ങൾക്കും നേതൃത്വം കൊടുത്തത് RSS ആണ് എന്ന് കാണാൻ കഴിയും. ആയിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയ വർഗീയ കലാപങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്.
ആ കലാപങ്ങൾക്കെല്ലാം RSS ആണ് നേതൃത്വം കൊടുത്തത്. അതിനവർക്ക് പ്രത്യേകമായ പരിശീലന രീതികളുണ്ട്. എങ്ങനെയാണ് കലാപം സംഘടിപ്പിക്കേണ്ടത്, ഏതു തരത്തിലാണ് വർഗീയ സംഘർഷം ഉയർത്തിക്കൊണ്ടുവരേണ്ടത്, ആ വർഗീയ സംഘർഷം ഒരു കലാപത്തിലേക്ക് മാറിയാൽ ആ കലാപഘട്ടത്തിൽ സാധാരണക്കാരായ ആളുകളെ ഹരം പിടിപ്പിക്കാൻ ഏതെല്ലാം തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തണം. ഇതിനെല്ലാം കൃത്യമായ പരിശീലന സംവിധാനങ്ങൾ RSS ഒരുക്കിയിട്ടുണ്ട്. RSSന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള എല്ലാ വർഗീയ കലാപങ്ങളിലും ഈ ഒരു ഏകതാരൂപം കാണാൻ കഴിയും. കൃത്യമായ പരിശീലനത്തിലൂടെ അവർ സ്വായത്തമാക്കിയ അവരുടേതായ സമ്പ്രദായങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചതായി കാണാൻ കഴിയും. ಭಾರತ ದೇಶದಲ್ಲಿ RSSನವರು ಮಾಡಿದಂಥ ಕೋಮು ಗಲಭೆಗಳಿಗೆ ಲೆಕ್ಕವೇ ಇಲ್ಲ. ಎಲ್ಲ ಕೋಮು ಗಲಭೆಗಳ ಹಿಂದೆನೂ ಅವರ ಕೈವಾಡ ಇರುವಂಥದ್ದು ನಾವು ಗಮನಿಸಬಹುದು. ಆ ಒಂದು ಕೋಮು ಗಲಭೆಗಳನ್ನು ಸೃಷ್ಟಿಸುವುದು ಯಾವ ರೀತಿಯಲ್ಲಿ, ಮೊದಲು ಕೋಮು ವಿದ್ವೇಷವನ್ನು ಜಾಸ್ತಿ ಯಾವ ರೀತಿಯಲ್ಲಿ ಮಾಡಿಸಬೇಕು, ಆ ಕೋಮು ವಿದ್ವೇಷವನ್ನು ಮಾಡಿಸಿ ಅದನ್ನು ಗಲಭೆಯಾಗಿ ಮಾಡುವಾಗ ಒಂದೊಂದು ವಿಭಾಗದ ಜನ ಎಷ್ಟು ಹುಚ್ಚೆದ್ದು ನಿಂದು ಕೆಲಸ ಮಾಡಬೇಕು ಅಂತ ಹೇಳುವಂಥದಕ್ಕೆ ಪ್ರತ್ಯೇಕವಾದಂಥ ತಂತ್ರಗಳಿವೆ. ಆ ತಂತ್ರಗಳನ್ನು ಅವರಿಗೆ ಅಭ್ಯಾಸ ಮಾಡಿಸಿ ಆ ತಂತ್ರಗಳನ್ನು ಅನುಸರಿಸಿ ಕೋಮು ಗಲಭೆಗಳನ್ನು ಮಾಡಿಸ್ತಾರೆ. ಅದು ದೇಶವನ್ನು ಅಪಾಯಕ್ಕೆ ತಂದಿರುವಂಥ ರೀತಿಯಲ್ಲಿ ಅವರನ್ನು ಮಾಡಿಸುವಂಥದ್ರಲ್ಲಿ ಎಲ್ಲ ಕೋಮು ಗಲಭೆಯಲ್ಲಿನೂ ಇವರು ಈ ರೀತಿಯಲ್ಲಿ ನುರಿತ ರೀತಿಯಲ್ಲಿ ನಡೆಯುವಂಥ ಅಭ್ಯಾಸ ಯಾವುದಿದೆ ಅದಿದೆ ಅಂತ ಹೇಳುವಂಥದ್ರಲ್ಲಿ ಸುಳ್ಳಿನ ಪ್ರಚಾರ ಮಾಡುವಂಥದ್ದು ಅದೊಂದು ದೊಡ್ಡ ಅಭ್ಯಾಸದ ಒಂದು ತಂತ್ರವಾಗಿದೆ ಎಂದು ಹೇಳುವಂಥದ್ದು ನಾವು ಗಮನಿಸಬೇಕು. RSS മതനിരപേക്ഷതയ്ക്കെതിരാണ്. ഈ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാകാൻ പാടില്ല എന്നതാണ് RSS ആദ്യം മുതലേ സ്വീകരിച്ച നിലപാട്. 1947 ജൂലൈ 17 ഓർഗനൈസർ അവരുടെ മുഖപത്രം നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാകയെക്കുറിച്ച് ദ നേഷൻസ് ഫ്ലാഗ് എന്ന പേരിൽ ഒരു മുഖപ്രസംഗം എഴുതിയിരുന്നു. ആ ദേശീയ പതാകയുടെ രൂപം നിശ്ചയിച്ചത് വിപുലമായ ചർച്ചയിലൂടെയാണ്. എന്നാൽ അതിനെ പൂർണ്ണമായും എതിർക്കുന്ന നിലപാടായിരുന്നു RSS സ്വീകരിച്ചത്. അതിൽ ഭാരതത്തിൻ്റെതായ അംശങ്ങളില്ല, ഇത് നമ്മുടെ രാജ്യത്തിന് ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രൂക്ഷമായ ആക്രമണം അതിനെതിരെ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. നമ്മുടെ രാജ്യത്തിൻ്റെ പേർ ഇന്ത്യ എന്ന പേർ സ്വീകരിച്ചതിനെയും അന്ന് RSS എതിർക്കുകയുണ്ടായി. 1947 ജൂലൈ 31 ഇതേ ഓർഗനൈസർ വീണ്ടും അതിനെക്കുറിച്ച് എഴുതി. അതിൽ ഇന്ത്യ എന്ന പേരല്ല ഹിന്ദുസ്ഥാൻ എന്ന പേരാണ് രാജ്യത്തിന് വേണ്ടത് എന്നവരാവശ്യപ്പെട്ടു. ഇതെല്ലാം അവർ തുറന്നു വന്ന ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാണ് ഇന്ത്യ എന്ന സങ്കല്പമാണ് അവരാദ്യം മുതലേ വെച്ചു പുലർത്തിയത്. മതനിരപേക്ഷ രാഷ്ട്രം എന്നതിനോട് അവർക്ക് യോജിപ്പില്ല. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെന്റിനകത്ത് ഇന്ത്യയുടെ പ്രമുഖമായ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളിൽ ഒരാൾ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ, രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, മതനിരപേക്ഷ രാഷ്ട്രം എന്ന് ഭരണഘടനയിൽ വിശേഷിപ്പിച്ചതാണ് എല്ലാ കുഴപ്പത്തിനും കാരണമെന്ന്. ഇതാണ് RSS എന്ന് നാം കാണണം. RSSನವರಿಗೆ ಯಾವತ್ತೂ ನಮ್ಮ ಸೆಕ್ಯುಲರಿಸಂ ಅಂದರೆ ನಾವು ಜಾತ್ಯತೀತತೆ ಎಂದು ಹೇಳ್ತೇವೆ ಕನ್ನಡದಲ್ಲಿ ಸಾಧಾರಣ, ಧರ್ಮ ನಿರಪೇಕ್ಷತೆಯಿಂದ ಯಾವ ಧರ್ಮವನ್ನು ರಾಜಕೀಯದಲ್ಲಿ ಬೆರೆಸಬಾರದು ಅಂತ ಹೇಳುವಂಥ ಆ ಒಂದು ಪದವನ್ನು ಉಪಯೋಗಿಸಬೇಕಾದ್ರೆ ಅದು ಅವರು ಯಾವತ್ತೂ ಒಪ್ಪೋದಿಲ್ಲ ಅಂತ ಹೇಳುವಂಥದ್ದು ಅವರ ಮುಖ್ಯ ಇದಾಗಿತ್ತು.
1947 ಜುಲೈ 17ನೇ ತಾರೀಕಿನ ಆರ್ಗನೈಸರ್ ಪತ್ರಿಕೆಯ ಇದರಲ್ಲಿ ಪುಟದಲ್ಲಿ ಅವರು ಒಂದು ಲೇಖನವನ್ನು ಬರೆದಿದ್ದಾರೆ. ಈ ಭಾರತ ದೇಶದ ಬಾವುಟ ಏನಿದೆ ಇದಕ್ಕೆ ಭಾರತಕ್ಕೂ ಏನು ಸಂಬಂಧ ಇಲ್ಲ. ನಾವು ಇಂಡಿಯಾ ಅಂದೇಳುವ ಒಂದು ಪದವನ್ನೇ ಉಪಯೋಗಿಸುವಂಥದ್ದು ತಪ್ಪು. ಅದರ ಬದಲಾಗಿ ಹಿಂದೂಸ್ತಾನ್ ಅಂದೇಳಿ ಉಪಯೋಗಿಸಬೇಕು ಅಂತ ಅವರ ವಾದವನ್ನು ಇತ್ತು. ಅದಾದ ನಂತರ ಅವರ ವಾದಗಳು ಎಷ್ಟು ಮಟ್ಟಕ್ಕೆ ಹೋಗಿದೆ ಅಂತ ಹೇಳಿದರೆ, ಈಗ ಅವರ ಒಂದು ಆಡಳಿತ ಬಂದ ನಂತರ ಅವರ ಗೃಹ ಸಚಿವರು ಆಡಿದ ಮಾತೇನಿದೆ ಅಂತ ಹೇಳಿದರೆ, ಈ ಸೆಕ್ಯುಲರಿಸಮ್ ಅಂತ ಹೇಳುವಂಥ ಪದ, ಆ ಪದ ಇರುವಂಥದೇ ಭಾರತಕ್ಕೆ ಅಪಾಯವಾಗಿದೆ ಅಂತ ಹೇಳುವಂಥ ಮಾತು ಹೇಳಿದ್ದಾರೆ. ಆ ರೀತಿಯಲ್ಲಿ ನಾವು ಸಾಧಾರಣ ಉಪಯೋಗಿಸುವಂಥ ಪದ ಜಾತ್ಯತೀತತೆ ಎಂದು ಹೇಳುವಂಥದ್ದು ಧರ್ಮ ನಿರಪೇಕ್ಷತೆ, ಅದೇ ಅವರಿಗೆ ಬಹಳ ದೊಡ್ಡ ಸವಾಲಾಗಿ ಎದ್ದು ನಿಂತಿರೋದು. ಅದು ಭಾರತ ದೇಶಕ್ಕೆ ಇರಬಾರದು എന്ന് ಹೇಳುವಂಥದ್ದೇ ಅವರ ಒಂದು നീതിയാಗಿದೆ. ഈ RSSന്റെ കയ്യിലാണ് ഇന്ന് രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കാനുള്ള അവകാശം കിട്ടിയിരിക്കുന്നത്. അങ്ങേയറ്റത്തെ അസഹിഷ്ണുതയോടെയാണ് കാര്യങ്ങളാകെ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെക്കുറിച്ച് പറയാൻ എത്രയോ മണിക്കൂറുകൾ വേണ്ടിവരും എന്നതാണ് അവസ്ഥ. നമ്മുടെ രാജ്യത്ത് അത്രമാത്രം ക്രൂരതകളാണ് ഈ കാലയളവിൽ അവരുടെ നേതൃത്വത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അസഹിഷ്ണുതയുടെ മൂർത്തീകരണമായി RSS മാറിയിരിക്കുന്നു. ആ അസഹിഷ്ണുത നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികളിലും പടരുന്നു. അതിൻ്റെ ഭാഗമായി മഹാത്മാഗാന്ധിയെ കൊല ചെയ്തതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടപ്പെട്ട ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരായ അനേകം പേരെ കൊലപ്പെടുത്താൻ സംഘപരിവാർ തയ്യാറാകുന്നു. ഇവിടെ MM കൽബുർഗി കൊല ചെയ്യപ്പെട്ടത് നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്. ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് അങ്ങേയറ്റം വേദനിച്ചൊരു കാര്യമാണ്. കൽബുർഗി ഉൽപ്പതിഷ്ണുവായ ഒരു എഴുത്തുകാരൻ. എന്തിന് അദ്ദേഹത്തെ കൊലപ്പെടുത്തി? കൽബുർഗി മാത്രമല്ല, ഗോവിന്ദ് ബൻസാരെ അദ്ദേഹം നല്ല രീതിയിൽ RSSന്റെ ആശയങ്ങൾ തുറന്നു കാണിച്ചയാളായിരുന്നു. തെറ്റായ കാര്യങ്ങൾ, അവരുടെ തെറ്റായ ചിത്രീകരണങ്ങൾ ചരിത്ര വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ തുറന്നു കാണിച്ചയാളായിരുന്നു. അസഹിഷ്ണുത, അതിൻ്റെ ഭാഗമായി ഗോവിന്ദ് ബൻസാരെ വധിക്കപ്പെട്ടു. നരേന്ദ്ര ദാബോൽക്കർ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ ശക്തമായ നിലകൊണ്ടയാണ്. അദ്ദേഹവും വധിക്കപ്പെട്ടു. ഇതെല്ലാം സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടന്നതാണ്. ഇവരാരും നമ്മുടെ സമൂഹത്തിൽ ഒരു കുറ്റവും ചെയ്തവരല്ല. ഉൽപ്പതിഷ്ണുക്കളായ ചിന്തകർ, നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തിനു വേണ്ടി സംവദിച്ചുകൊണ്ടേയിരുന്നവർ. അതിനോടുള്ള അസഹിഷ്ണുതയാണ് അവരെയെല്ലാം കൊലപ്പെടുത്തുന്നതിലേക്ക് RSSനെ നയിച്ചത്. RSS ಯಾವತ್ತೂ ಇತರರ ಅಭಿಪ್ರಾಯವನ್ನು ಒಪ್ಪಿಕೊಳ್ಳೋದಕ್ಕೆ ತಯಾರಿರಲಿಲ್ಲ. ಅವರು ಉಪಯೋಗಿಸಿದಂಥ ಪದ ಅಸಹಿಷ್ಣುತೆ, ಇಂಟಾಲರೆನ್ಸ್. ಆ ಒಂದು ಇದರಲ್ಲಿ ಏನೇನು ಯಾರ ವಿರೋಧವಾದರೂ ಅವರು ಹೇಳುವಂಥ ಮಾತನ್ನು ಒಪ್ಪಿಕೊಳ್ಳಕ್ಕೆ ಆಗದೇ ಇರುವಂಥ ಇದರಲ್ಲಿ ಈ ಕನ್ನಡ ನಾಡಿನಲ್ಲಿ ಕಲಬುರ್ಗಿಯವ್ರನ್ನ ಕೊಲೆ ಮಾಡಿದ್ದಾರೆ. ಕಲಬುರ್ಗಿಯವರಾದರೂ ಮಾಡಿದ್ದೇನು, ಅವರು ತುಂಬ ಒಳ್ಳೆಯ ಒಂದು ಬರಹಗಾರ. ಆದರೆ ಯಾರು ಹೇಳಿದಂಥದ್ದು ಒಪ್ಪದೆ ಅವರಿಗೇ ಆದಂಥ ಅವರ ಅಭಿಪ್ರಾಯಗಳನ್ನು ಹೇಳುತ್ತಿದ್ದದ್ದು. ಅವರನ್ನ ಕೊಲೆ ಮಾಡಿದ್ದ ಅದೇ ರೀತಿಯಲ್ಲಿ ಗೋವಿಂದ ಪನ್ಸಾರೆಯನ್ನು ಕೊಲೆ ಮಾಡಿದ್ದಾರೆ. ಗೋವಿಂದ ಪನ್ಸಾರೆಯನ್ನು ಕೊಲೆ ಮಾಡುವ ಮೊದಲೇ ನರೇಂದ್ರ ದಾಬೋಲ್ಕರ್ ಅವರನ್ನ ಕೊಲೆ ಮಾಡಿದ್ದಾರೆ. ಈ ರೀತಿಯಲ್ಲಿ ಇರುವಂಥ ಎಲ್ಲ ಇದರಲ್ಲಿನೂ ಒಂದು ಬೇರೆ ಅವರ ಮಾತುಗಳನ್ನು ಕೇಳುವ ತಾಳ್ಮೆಯಿಂದ ಇರಲಿಕ್ಕಿರುವಂಥ ಒಂದು ನೀತಿ ಅವರಿಗೆ ಇರಲಿಲ್ಲ ಅಂತ ಹೇಳುವಂಥದ್ದು ಬಹಳ ಸ್ಪಷ್ಟವಾಗಿ ನಮಗೆ ತಿಳಿಯುತ್ತದೆ. ഇവിടെ
എത്രയെത്ര പേരാണ് RSSന്റെ ഭീഷണിയുടെ നിഴലിലുള്ളത്. കൊല ചെയ്യപ്പെട്ടവര് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, രാജ്യത്തിനകത്ത് തന്നെ പ്രശസ്തരായവർ. നിങ്ങൾക്കറിയാം KS ഭഗവാനെക്കുറിച്ച്. ഭഗവാനെതിരെ സംഘപരിവാറിൻ്റെ ഭീഷണി ഉയർന്നതിനെക്കുറിച്ച് അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും. അതുപോലെ തന്നെ ജ്ഞാനപീഠം ജേതാവായിരുന്നു ഗിരീഷ് കർണാട്. ആ ജ്ഞാനപീഠം ജേതാവ് ഗിരീഷ് കർണാടിനെയും സംഘപരിവാർ വെറുതെ വിട്ടില്ല. RSSന്റെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിച്ച് അതിന് കീഴടങ്ങി അഭിപ്രായങ്ങൾ പറയാൻ തയ്യാറല്ലാത്ത ഒരാളെയും തങ്ങൾ സഹിക്കില്ല എന്ന നിലപാടായിരുന്നു RSS തുറന്നു വന്നത്. ഇവിടെ ഉച്ചുങ്കി പ്രസാദ്, ഇവിടുത്തെ ഒരു യുവകവി, ദളിതനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഉള്ളം കൈക്കാണ് കത്തിവെച്ചു കൊടുത്തത്. ചോര പൊടിഞ്ഞു. ഇനി എഴുതിയാൽ വിരലുകൾ ഉണ്ടാവില്ല, ഛേദിച്ചു കളയും എന്ന് ഭീഷണിപ്പെടുത്തി വിടുന്ന നിലയുണ്ടായി.